നമസ്കാരം. ലോകം ഒരു വശത്ത് സമാധാനത്തിനായി ഉറ്റുനോക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷം കൂടുതൽ വഷളാക്കിക്കൊണ്ട് ഇറാനുമേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അനിശ്ചിതകാല വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട് എങ്കിലും സമാധാന ചർച്ചകളിലെ സ്തംഭനാവസ്ഥ മറികടക്കാൻ കടുത്ത സൈനിക നീക്കം അനിവാര്യമാണ് എന്നാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ വിലയിരുത്തൽ. ഇതിൻ്റെ ഭാഗമായി US സെൻട്രൽ കമാൻഡ് തയ്യാറാക്കിയ പുതിയ യുദ്ധ പദ്ധതികൾ കഴിഞ്ഞ ദിവസം അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പ്രസിഡന്റിന് മുൻപിൽ അവതരിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. സമാധാന ചർച്ചകളിലെ തടസ്സങ്ങൾ നീക്കാനോ അല്ലെങ്കിൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇറാന് ഒരു അന്തിമ പ്രഹരം നൽകാനോ ഉള്ള ഗൗരവകരമായ ആലോചനയിലാണ് അമേരിക്കൻ കമാൻഡർ ഇൻ ചീഫ് എന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നു. സെൻട്രൽ കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇറാന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിടുക എന്നതാണ്. ഇത്തരത്തിൽ ബോംബുകൾ വർഷിക്കുന്നതിലൂടെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ ചർച്ചാ മേശയിലേക്ക് വരാൻ നിർബന്ധിക്കാമെന്നും ആണവ വിഷയത്തിൽ അവരെ വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കാമെന്നും അമേരിക്കൻ സൈന്യം കണക്ക് കൂട്ടുന്നു. എന്നാൽ സിവിലിയന്മാർക്ക് അത്യാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നത് 1949 ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടുമെന്ന് അന്താരാഷ്ട്ര നിയമ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ സിവിലിയൻ മേഖലകളെ നശിപ്പിക്കുമെന്ന് ട്രംപ് മുൻപും ഭീഷണി മുഴക്കിയിട്ടുണ്ട് എങ്കിലും അത് വലിയ നയതന്ത്ര പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം. മറ്റൊരു നിർണായക പദ്ധതി ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് അവിടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെയും ദ്രാവക പ്രകൃതിവാതകത്തിൻ്റെയും 20% കടന്നു പോകുന്ന ഈ പ്രദേശം നിലവിൽ സംഘർഷം മൂലം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഈ മേഖല തുറന്നു കൊടുക്കുവാൻ കരസേനയെ കൂടി രംഗത്തിറക്കിയുള്ള ഒരു സൈനിക നീക്കത്തിനാണ് സെൻട്രൽ കമാൻഡ് പദ്ധതിയിടുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം ചർച്ചകളിൽ തനിക്ക് മേൽക്കൈ നൽകുന്നുണ്ടെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് എങ്കിലും ഇറാൻ വഴങ്ങാത്ത പക്ഷം സൈനിക ശക്തി പ്രയോഗിക്കുവാൻ ട്രംപ് മടിച്ചേക്കില്ല. ഇതിനു പുറമെ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം സുരക്ഷിതമാക്കാൻ പ്രത്യേക കമാൻഡോ ഓപ്പറേഷൻ നടത്താനും സെൻട്രൽ കമാൻഡ് ആലോചിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി തങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് എന്നും 60 ദിവസത്തിലേറെയായി തുടരുന്ന ഈ യുദ്ധത്തിന് പ്രധാന കാരണം ഇതാണ് എന്നുമാണ് ട്രംപിന്റെ വാദം. എന്നാൽ തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നില്ല എന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുവാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നുമാണ് ഇറാന്റെ നിലപാട്. ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിന് മുൻപും സമാനമായ രീതിയിൽ അഡ്മിറൽ കൂപ്പർ ട്രംപിന് വിശദീകരണം നൽകിയിരുന്നു. അന്ന് തുടങ്ങിയ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥ തകർക്കുന്ന നിലയിലേക്ക് വളരുന്നതിനാൽ പുതിയ സൈനിക നീക്കം പശ്ചിമേഷ്യയെ കൂടുതൽ വിനാശകരമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്ക ശക്തമാണ്. പശ്ചിമേഷ്യയിൽ 2 മാസത്തിലേറെ തുടരുന്ന യുദ്ധവും ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധവും ആഗോളക്രമത്തിൽ വലിയ തോതിലുള്ള അഴിച്ചുപണികൾക്ക് കാരണമാകുന്നുണ്ട്. ലോകത്തെ പ്രമുഖ ശക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലും സാമ്പത്തിക നയങ്ങളിലും സുരക്ഷാ സങ്കല്പങ്ങളിലും ഈ സ്ഥിതിഗതികൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന പരമ്പരാഗത ആഗോളക്രമം മാറിക്കൊണ്ടിരിക്കുകയും പകരം അത്യന്തം സങ്കീർണവും അസ്ഥിരവുമായ ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങി നിൽക്കാതെ ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറ്റിയെഴുതാൻ പ്രാപ്തമായ ഒന്നായി മാറിയിരിക്കുന്നു. ആഗോള ഊർജ്ജ വിപണിയിലെ തകർച്ചയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ലോകത്തിലെ ആകെ ക്രൂഡ് ഓയിൽ LNG വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കപ്പെട്ടതോടെ ആഗോള വിതരണ ശൃംഖല പൂർണ്ണമായും തകർന്നു. ഇത് ദശാബ്ദങ്ങളായി എണ്ണ വിപണിയെ നിയന്ത്രിച്ചിരുന്ന ഒപെക് പോലെയുള്ള സംഘടനകളുടെ സ്വാധീനം കുറയ്ക്കുവാൻ കാരണമായി. UAE പോലെയുള്ള രാജ്യങ്ങൾ ഒപെക് വിടാൻ തീരുമാനിക്കുന്നത് ഈ മാറ്റത്തിൻ്റെ പ്രധാന സൂചനയാണ്. എണ്ണ വില ഉയർത്തി നിർത്തുന്നതിനേക്കാൾ അമേരിക്കയുടെ സൈനിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും സ്വന്തം ഉൽപാദന ശേഷി പൂർണ്ണമായി ഉപയോഗിക്കുന്നതിനും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ സാമ്പത്തിക നയം UAE സ്വീകരിക്കുന്നത് ഒപെക്കിൻ്റെ ആധിപത്യം ഇല്ലാതാക്കുന്ന പോസ്റ്റ് ഒപെക് കാലഘട്ടത്തിന് തുടക്കമിടുന്നതാണ്. ഭൗമരാഷ്ട്രീയപരമായ ചേരിതിരിവുകളിൽ ഈ സംഘർഷം പുതിയ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാനുമേൽ അമേരിക്ക വീണ്ടും ബോംബാക്രമണത്തിന് തയ്യാറെടുക്കുന്നതും ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ കരസേനയെ ഇറക്കുന്നതും ലോകരാജ്യങ്ങളെ 2 ചേരികളിലാക്കി മാറ്റുന്നു. ട്രംപ് ഭരണകൂടത്തിൻ്റെ കടുത്ത നിലപാടുകൾക്കെതിരെ റഷ്യയും ചൈനയും ഉയർത്തുന്ന മുന്നറിയിപ്പുകൾ ആഗോളതലത്തിൽ ഒരു പുതിയ ശീതയുദ്ധത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും ജനീവ കൺവെൻഷൻ പോലെയുള്ള ഉടമ്പടികളെയും വെല്ലുവിളിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു.
ഇത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രസക്തി കുറയ്ക്കുകയും രാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്ര മര്യാദകൾക്ക് പകരം സൈനിക ശക്തികൾക്ക് മുൻഗണന നൽകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദക്ഷിണേഷ്യൻ മേഖലയിലും ഈ മാറ്റങ്ങൾ പ്രകടമാണ്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന സീറോ ടോളറൻസ് നയവും ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സൈനിക നടപടികളും ഇന്ത്യയെ ഒരു ആഗോള സുരക്ഷാ ശക്തിയെ ഉയർത്തിക്കാട്ടുന്നു. പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി കൂടുതൽ ഒറ്റപ്പെടുന്നത് ആഗോളതലത്തിൽ ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഇന്ത്യയുടെ വിജയമായി കാണാറുണ്ട്. ഇതോടൊപ്പം ഇറാന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പും അമേരിക്കയുമായുള്ള അവരുടെ ബന്ധവും ആ മേഖലയിലെ സഖ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം UAE ഒപ്പെക് വിടുന്നത് ഭാവിയിൽ എണ്ണ ഇറക്കുമതിയിൽ വലിയ തന്ത്രപരമായ നേട്ടം നൽകുന്ന ഒന്നായി മാറും. ചുരുക്കത്തിൽ ഉപരോധങ്ങളും യുദ്ധഭീഷണികളും വഴിമുട്ടി നിൽക്കുന്ന സമാധാന ചർച്ചകളും ആഗോളക്രമത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത്. ഡോളറിന്റെ ആധിപത്യം തകർക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളും എണ്ണ വിപണിയിലെ പുതിയ മത്സരങ്ങളും ലോകത്തെ പുതിയൊരു സാമ്പത്തിക ക്രമത്തിലേക്ക് നയിക്കുന്നു. വിപണിയിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒപ്പെക്കിന് പകരം പുതിയ ഊർജ്ജ സഖ്യങ്ങൾ രൂപപ്പെടുന്നത് വൻ ശക്തികൾ തമ്മിലുള്ള താല്പര്യങ്ങൾ കൂട്ടിമുട്ടുന്നതും വരും വർഷങ്ങളിൽ ലോകത്തിന്റെ ഭൗമ രാഷ്ട്രീയ ഭൂപടത്തെ പൂർണ്ണമായും മാറ്റിയെഴുതാൻ ഇടയാക്കും. സൈനിക മേധാവിത്വവും സാമ്പത്തിക അതിജീവനവും തമ്മിലുള്ള ഈ പോരാട്ടം ആഗോളതലത്തിൽ കൂടുതൽ സംഘർഷഭരിതമായ ഒരു ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാന് മേലുള്ള അമേരിക്കയുടെ നീക്കങ്ങളും ഒപ്പെക് പോലെയുള്ള സംഘടനകളിലെ വിള്ളലുകളും ദക്ഷിണേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇന്ത്യയെ എപ്രകാരം ബാധിക്കുമെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പാത തടസ്സപ്പെട്ടതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ, LNG എന്നിവയുടെ വില കുതിച്ചുയരുകയും ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാജ്യത്തിൻ്റെ കറണ്ട് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും ഈ സാഹചര്യം കാരണമായേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ UAE ഒപ്പെക് വിടാനുള്ള തീരുമാനം ഇന്ത്യക്ക് വലിയ തന്ത്രപരമായ നേട്ടം നൽകുന്ന ഒന്നാണ്. ഒപ്പെക്കിൻ്റെ കർശനമായ ഉൽപ്പാദന നിയന്ത്രണങ്ങൾ ഇല്ലാതെ UAEയുടെ അഡ്നോക്കുമായി നേരിട്ട് വൻതോതിലുള്ള എണ്ണ ഇടപാടുകളിൽ ഏർപ്പെടാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി ശൃംഖലയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാനും വിപണിയിൽ മികച്ച വിലപേശൽ ശേഷി കൈവരിക്കാനും സഹായിക്കും. നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ സീറോ ടോളറൻസ് പോളിസിയും ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സൈനിക നടപടികളും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിലൂടെ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് ആധുനികവും കരുത്തുറ്റതുമായ രീതികൾ പ്രയോഗിക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇത് പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി കൂടുതൽ ഒറ്റപ്പെടുത്താൻ സഹായിക്കുകയും ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ മേധാവിത്വം ഉറപ്പിക്കുകയും ചെയ്തു. ഇറാൻ അതിർത്തിക്കുള്ളിൽ നടത്തുന്ന ഭീകരവിരുദ്ധ നീക്കങ്ങൾ ഇന്ത്യയുടെ നിലപാടുകൾക്ക് ഒരു പരിധിവരെ ആഗോള സാധൂകരണം നൽകുന്നുണ്ട് എങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധം വീണ്ടും കനക്കുന്നത് മേഖലയിലെ ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയെയും പ്രവാസി നിക്ഷേപത്തെയും ബാധിക്കാനിടയുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കാജനകമാണ്. ചുരുക്കത്തിൽ ഉപരോധങ്ങളും യുദ്ധഭീഷണികളും വഴിമുട്ടി നിൽക്കുന്ന സമാധാന ചർച്ചകളും ഇന്ത്യയുടെ നയതന്ത്രജ്ഞതയ്ക്ക് വലിയ പരീക്ഷണമാണ് നൽകുന്നത്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ദൃഢമാക്കുമ്പോൾ ഇറാന്റെ കാര്യത്തിൽ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കരുത്ത് തെളിയിക്കുന്നു. എണ്ണ വിപണിയിലെ ഒപ്പെക്കിന്റെ സ്വാധീനം കുറയുന്നതും പുതിയ ഊർജ്ജ സഖ്യങ്ങൾ രൂപപ്പെടുന്നതും ഇന്ത്യയെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യമാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ മാറ്റങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും ലോകക്രമത്തിൽ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളുടെ മുൻനിരയിലേക്ക് ഉയരുവാനും ഇന്ത്യക്ക് സാധിക്കും. വരും വർഷങ്ങളിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.